ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ നീറ്റ് 2025 ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ എക്സാം ഹാളിന് പുറത്ത് കിടക്കുമ്പോൾ പലർക്കും പല തരത്തിലുള്ള അഭിപ്രായമായിരിക്കും എക്സാമിനെ പറ്റിയിട്ട്. ചിലർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും, ചിലർക്ക് ഓക്കെ ആയിരിക്കും, ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ തന്നെ ചിലർക്ക് ആ സമയത്ത് മറന്നുപോയ ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ടെൻഷൻ കൊണ്ട് ബബിൾ ചെയ്തത് മാറിപ്പോയ ആളുകൾ ഉണ്ടാവും. അങ്ങനെ പല പല ആളുകൾക്ക് പല പല അഭിപ്രായങ്ങളായിരിക്കും. അപ്പൊ നമ്മള് ഇനി എന്താ പറയാ, കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് എന്താ പറയാ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് വാട്ട് നെക്സ്റ്റ് എന്നാണ്. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഓരോരുത്തർക്കും എങ്ങനെയൊക്കെ ചെയ്യാം എന്ന എന്റെ ഒരു പേഴ്സണൽ സജഷനാണ് ഞാൻ പറയുന്നത്. ഇപ്പം എന്റെ അനിയത്തിയും ഇതുപോലെ തന്നെ നീറ്റ് 2025 എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവളോടും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്തും പറയാൻ ആഗ്രഹിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇപ്പൊ നീറ്റ് എഴുതിയിട്ടുള്ള ആളുകളിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഉണ്ടാവും, റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, സൂപ്പർ റിപ്പീറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ ഞാൻ ആദ്യം പറയുന്നത് റിപ്പീറ്റേഴ്സിന്റെ കാര്യം കേട്ടോ. ഈ റിപ്പീറ്റേഴ്സിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. ഒരു കാറ്റഗറി ഓഫ് ആളുകൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ, റിപ്പീറ്റ് ചെയ്തതേ ചിലരുടെ ഫോഴ്സ് ചെയ്തിട്ടായിരിക്കും ചിലര്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നു, സോ ഞാനും പോയി റിപ്പീറ്റ് ചെയ്യട്ടെ. പിന്നെ എനിക്ക് അങ്ങനെ ഇന്ന കോഴ്സ് വേണം എന്നൊന്നുമില്ല, ഇന്ന ജോലിയൊന്നും വേണം എന്നൊന്നുമില്ല, പക്ഷെ റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. എക്സാമ്പിൾ എന്റെ അനിയത്തി അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആളാണ്. നമുക്ക് അങ്ങനെ MBBS വേണം എന്നൊന്നും വിചാരിച്ച് റിപ്പീറ്റ് ചെയ്തൊന്നല്ല, എന്താ ഒരിക്കലോടൊപ്പം പോയി, അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആളാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാതെ ഇരിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ നീറ്റിന് ഒരു മാർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് കിട്ടുവാണെങ്കിൽ, ആ കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ചേരാം. ഇല്ല നിങ്ങൾക്ക് വേറെ ഏത് കോഴ്സാണോ ഇഷ്ടം, നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് മാറി മാറി ചേരാം. ഇപ്പം ചിലർക്ക് അലൈഡ് ഹെൽത്ത് ഒക്കെ ഇഷ്ടമായിരിക്കും, സോ അങ്ങനത്തെ കോഴ്സിനൊക്കെ ചേരാൻ ശ്രമിക്കുക ഈ ഒരു വർഷം തന്നെ. ഇനി അതല്ലാത്ത ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് MBBS ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്ക് അത് ഭയങ്കര എന്താ പറയാ ഡ്രീമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നീറ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം കൊണ്ടോ അല്ലെങ്കിൽ എക്സാം ഹാളിൽ നിന്ന് ടെൻഷൻ അടിച്ചിട്ടോ മറന്നുപോയിട്ടോ അങ്ങനത്തെ ചെറിയ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു നീറ്റ് നല്ല രീതിയിൽ എഴുതാൻ പറ്റാത്തത്. അങ്ങനത്തെ ഒക്കെ ആളുകളാണെങ്കിൽ തീർച്ചയായും റിപ്പീറ്റ് ചെയ്യാം. ഞാനൊരു റിപ്പീറ്റർ ആണ്. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾ നമ്മൾ ഭയങ്കരമായിട്ടും എന്താ പറയാ വീണ്ടും വർഷം കളഞ്ഞിട്ട് പോകുന്നു എന്നൊക്കെ പറയാ. വർഷം കളയാന്നൊക്കെ പറയുന്ന എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു വർഷം ഇപ്പൊ ആ ഒരു സമയത്ത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എന്നോട് എല്ലാവരും പറഞ്ഞു വീണ്ടും ഒരു വർഷം കളയുന്നു എന്ന് ചോദിച്ചു. അപ്പം അന്ന് എന്റെ കൂടെ +2 കഴിഞ്ഞ കുട്ടികളൊക്കെ ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു 2 വർഷം ഒരു കോഴ്സിലേക്ക് ചേരാൻ ഡിലേ ആയി. പക്ഷെ അതിനുശേഷം ഞാൻ ഈ ഒരു 5 വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഡിഗ്രി പഠിച്ച ഫ്രണ്ട്സ് ആ 3 വർഷം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ അവര് സ്റ്റോപ്പായി നിൽക്കുക. അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലാവുന്നില്ല. PSC ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതും ട്രൈ ആണ്, അതും വർഷങ്ങൾ പോകുന്ന ഒരു ഇതാണ്. അപ്പൊ അതിനുശേഷം എന്താണ്, അവരുടെ വർഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നമ്മൾ കുറച്ച് സമയം എടുത്ത് നല്ല ഇഷ്ടപ്പെട്ട കോഴ്സിന് ചേരുന്നു. എനിക്ക് അത്ര മാത്രമേ ഡിഫറൻസ് തോന്നിയിട്ടുള്ളൂ. ഇഷ്ടപ്പെടാത്ത കോഴ്സിന് പോയി ആ ഒരു കോഴ്സിന് നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മൾ എന്താ പറയാ ശപിച്ചും കൊണ്ട് പഠിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇഷ്ടപ്പെട്ട കോഴ്സിന് നമ്മൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയിട്ടായാലും അല്ലെങ്കിൽ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടായാലും നമ്മൾ ചേരുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ വർഷം കളയാന്നൊന്നും പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഇപ്പം എന്റെ വർഷം കളഞ്ഞു, അതിൽ ആ വർഷം ഒരു 365 ദിവസം എന്റെ ലൈഫിൽ നിന്ന് പോയതോടുകൂടി എനിക്ക് വലിയ എന്താ പറയുക കുറ്റബോധം തോന്നിയിട്ടില്ല. ഇപ്പൊ ഞാൻ MBBS പഠിക്കുന്നുണ്ട്. എന്താ പറയാ അതെനിക്കിപ്പം പുറത്തു പോകുമ്പോ ഒരു നല്ല പ്രിവിലേജ് ആണ്. മെഡിസിന് പഠിക്കുകയാണ്, പ്രത്യേകിച്ച് ചില വീട്ടിലൊക്കെ ഒരു ഡോക്ടറൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു പ്രിവിലേജ് ആയിരിക്കും. അല്ലെങ്കിൽ എല്ലാ ആളുകളും ഡോക്ടർ ആണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു പ്രിവിലേജ് ആയിരിക്കും, കുടുംബത്തിന് മുഴുവൻ ഡോക്ടറോ എന്നൊക്കെ ചോദിക്കുമ്പോൾ. അപ്പം അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാന്നുള്ളതാണ്. അതിന് സമയം എടുക്കുന്നത് ഒരു തെറ്റായ കാര്യമൊന്നുമല്ല. അപ്പൊ റിപ്പീറ്റോ സൂപ്പർ റിപ്പീറ്റോ എന്ത് വേണമെങ്കിലും ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യണം. അതായത് വെറുതെ പോയി റിപ്പീറ്റ് ചെയ്യുക അങ്ങനെയില്ലാതെ ആ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങളുടെ ഒരു കിട്ടുന്ന സമയം പഠിക്കാം എന്ന് വെച്ചാൽ ഫുൾ പഠിത്തം എന്നൊന്നെല്ലാം പറയുന്നത്, കിട്ടുന്ന സമയമൊക്കെ പഠിക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു വർഷം നമ്മൾ ഇതിനെ ഡെഡിക്കേറ്റ് ചെയ്യണം. ആ ഒരു വർഷം വൃത്തിയിലും വെടുപ്പിലും പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി എല്ലാവർക്കും ഒരു കോമൺ ഡൗട്ട് ആയിരിക്കും, നമ്മൾ എവിടെ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത്. അതായത് റിപ്പീറ്റ് ചെയ്ത സ്ഥലത്ത് തന്നെ റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളത്. അപ്പം ചിലർക്ക് പഠിച്ച സ്ഥാപനത്തിൽ ഭയങ്കര കൺവീനിയന്റ് ആയിരിക്കും, അവിടുത്തെ സ്റ്റാഫ് അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ സ്റ്റൈലിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ചെയ്യാം. ഇപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്തത് ബ്രില്യന്റിലും റിപ്പീറ്റ് ചെയ്ത് റേസിലുമാണ്. എനിക്ക് ബ്രില്യന്റ് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല.
പലരും നല്ല രീതിയിലുള്ള അഭിപ്രായം ബ്രില്യന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഫോർ മീ എനിക്ക് ബ്രില്യന്റ് ഒട്ടും നന്നായിട്ടുണ്ടായിരുന്നില്ല. ബ്രില്യന്റ് എപ്പോഴും ഒരു എന്താ പറയാ ഒരു എബോ ആവറേജ് കുട്ടികൾക്ക് പറ്റുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അവരുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ. ഫോർ മീ ഞാനൊരു ബിലോ ആവറേജ് കുട്ടിയാണ്. അപ്പൊ എനിക്ക് ഹൈ ലെവൽ ക്ലാസ് ഒന്നും എനിക്ക് അങ്ങനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ബ്രില്യന്റ് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെ അവിടെ നിന്ന് ചാടി പിടിച്ച് വന്നത് ഇങ്ങോട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നാട്ടിൽ നിന്ന് തന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കോഴിക്കോട് റേസ് ചേർന്നത്. ഇപ്പൊ അനിയത്തിനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവളെ സൈലത്തിലാണ് അവളോട് ചേരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പം സൈലം അത്യാവശ്യം നല്ല, അവരുടെ മെറ്റീരിയൽസ് ഒക്കെ ഞാൻ നോക്കി, അവരുടെ നല്ലൊരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, ഞാൻ പഠിക്കുന്ന സമയത്ത് സൈലം ഉണ്ടായിരുന്നില്ല. അവർ ഭയങ്കര പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതി അവർ കൊണ്ടുപോകുന്നത് എനിക്ക് കാണാമല്ലോ. ഇപ്പൊ എന്റെ അനിയത്തിന്റെ പഠിക്കുന്ന രീതിയും അങ്ങനത്തെ കാണുമ്പോൾ അവരുടെ ഒരു എന്താ പറയാ, അവർ ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ് സൈലംകാര്. അവർ ഒത്തിരി ഔട്ട് ഓഫ് ഫോക്കസ് കാര്യം അങ്ങനത്തെ ഒന്നുമല്ല. പിന്നെ അവരുടെ എക്സാംസും ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ഞാൻ നോക്കലുണ്ട്, നല്ല തന്നെയാണ്. അപ്പം റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടം, ചിലർക്ക് ബ്രില്യന്റ് ഭയങ്കര ഇഷ്ടമായിരിക്കും. ബ്രില്യന്റിൽ എന്താ പറയാ കൂടുതൽ നോളജ് കിട്ടും നമുക്ക്. അപ്പം എക്സാംസ് ഒക്കെ ഭയങ്കര നല്ലതായിരിക്കും എല്ലാം പഠിക്കുന്ന കുട്ടികൾക്ക്. അപ്പം നിങ്ങളുടെ ഒരു ലെവൽ എങ്ങനെയാ നോക്കുക. ഇപ്പൊ ചിലർക്ക് ബ്രില്യന്റ് ഭയങ്കര കൺവീനിയന്റ് ആയിരിക്കും, അവിടെ ഭയങ്കര ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സിനൊന്നും ഡിപ്പെൻഡ് ചെയ്ത് പോകാതിരിക്കുക. എന്നാലും നിങ്ങൾക്ക് കൺവീനിയന്റ് ആയി എവിടെയാണോ അവിടെ ചേരുക. ഇപ്പൊ ചിലർക്ക് ഇപ്പം ഒരുത്തേൽ ചേർന്ന് റിപ്പീറ്റ് അടുത്തതിൽ ചേർന്ന് കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം നമുക്ക് ഇവിടുത്തെ മെറ്റീരിയൽസും കിട്ടും, അവിടുത്തെ മെറ്റീരിയൽസും കിട്ടും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി അധികം മെറ്റീരിയൽസ് കിട്ടും. ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ റേസ് പോയ സമയത്ത് ബ്രില്യന്റിലെ മെറ്റീരിയൽസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം രണ്ട് മെറ്റീരിയലും കൂടി പഠിക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ റിപ്പീറ്റേഴ്സിനോട് പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ് എനിക്ക് റിപ്പീറ്റേഴ്സിനോടും സൂപ്പർ റിപ്പീറ്റേഴ്സിനോടൊക്കെ പറയാനുള്ളത്. നമ്മൾ എപ്പം ചേരുന്നു എന്നതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ എവിടെ ചേരുന്നു, എന്തിനു ചേരുന്നു എന്നുള്ള കാര്യം. ഒരു 4-5 വർഷം കഴിഞ്ഞ ശേഷം ഞാൻ ഡോക്ടറാണ് പറയുന്നത് എല്ലാവർക്കും വലിയ അഭിമാനമാണ്. അപ്പൊ നമുക്ക് ഏറ്റവും വേണ്ടത് ഫാമിലിയുടെ സപ്പോർട്ടാണ്. ചില ഫാമിലി അത്ര സപ്പോർട്ടീവ് ആയിരിക്കില്ല. കഴിഞ്ഞ വർഷം എനിക്കൊരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് റിപ്പീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ കൺവിൻസ് ചെയ്ത് നോക്ക്, നീ അതിന്റെ നല്ല വശങ്ങൾ പറഞ്ഞു നോക്ക്. അവരുടെ പെർസ്പെക്റ്റീവ് വേറെ ആയിരിക്കുമല്ലോ ഫാമിലിന്റെ. അപ്പൊ കുറെ കഴിഞ്ഞപ്പോ എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ ഇവിടെ ചേർന്നു, ഒരു ഓൺലൈൻ ക്ലാസ്സിന് ചേർന്നു, ഞാൻ പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ഫോൺ ഇനി ഉപയോഗിക്കില്ല എന്നൊക്കെ പറഞ്ഞു പോയതാ. അപ്പൊ പിന്നെ അങ്ങനെ നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ആയി വീട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുത്താൽ എന്താ പറയാ, അവർ നമ്മളെ കൂടെ നിൽക്കും. അല്ലെങ്കിൽ നമുക്ക് ഇന്ന കോഴ്സിനാണ് പോകേണ്ടതെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മളോട് നിൽക്കും. അപ്പൊ നമുക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുടെ സപ്പോർട്ട് മേടിച്ച് നമുക്ക് ഒന്നും കാര്യം ചെയ്യാൻ പറ്റില്ല. നമുക്ക് വീട്ടുകാരുടെ അച്ഛൻ, അമ്മ ഇവരുടെ സപ്പോർട്ട് മാത്രം മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ കുറെ കാലത്ത് ഒരു കോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ചിലർക്ക് ചില കോഴ്സ് ഇഷ്ടമല്ലായിരിക്കും. അപ്പൊ നമുക്ക് ആ കോഴ്സ് ഇഷ്ടമാണെങ്കിൽ അവര് നമ്മൾ ഡീഗ്രേഡ് ചെയ്യും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അധികം ശ്രദ്ധിക്കാതിരിക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയാ ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പേഴ്സണലായിട്ട് പറയണേ നിങ്ങൾ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.